ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, വ്യവസായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ബന്ധുമിത്രാദികളെ, സെല്ലോപ്രോ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വേദിയിൽ മുഖ്യ അതിഥികളെ സന്നിധായിരിക്കുന്ന ആലപ്പുഴ ജില്ലാ വ്യവസായ ജനറൽ മാനേജർ ശ്രീ അനിൽകുമാർ സാർ, താലൂക്ക് വ്യവസായ ഓഫീസർ ചിത്ര മേഡം, കൊല്ലകടവ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ പ്രസിഡന്റും ജനതാ റബ്ബർ MD-യും ആയ ശ്രീ ചെല്ലപ്പൻ സാർ, അസോസിയേഷൻ ട്രഷറർ സാൻഗ്രോസ് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ അലക്സാണ്ടർ സാർ, ഡോക്ടർ സിന്ധു ദേവേന്ദ്രൻ മേഡം, റിസർച്ച് ഡയറക്ടർ ശാന്തഗിരി എന്നിവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി സൗഹൃദമായ നവീന ആശയങ്ങളിലൂടെ സമൂഹത്തിനും വ്യവസായത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു സംരംഭമായി സെല്ലോപ്രോ ഗ്രീൻ എന്ന സ്ഥാപനം വളരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ചടങ്ങിൻ്റെ വിജയത്തിനായി സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ മാന്യ മഹത്വപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദയം തന്നെ നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അടുത്തതായി ലാൻഡ് ലൈനിങ് സെറമണിയാണ്. വിശ്വാസികളെ ക്ഷണിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ദശമി നരശേഖരൻ മേഡത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യ അതിഥി അനിൽകുമാർ സാർ, മറ്റു വിശിഷ്ട അതിഥികളെ, ബന്ധുജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ആരംഭത്തിന് മാത്രമല്ല, മറിച്ച് പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വവും ഭാവി തലമുറയോടുള്ള കടപ്പാടും പുതിയതായി നിർവചിക്കുന്ന ഒരാശയത്തിന് തുടക്കവുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഡൽഹി നഗരത്തിലെ സ്മോഗ് എന്ന അവസ്ഥയെപ്പറ്റി. പുകയും മൂടൽ മഞ്ഞും വായുവിലെ ഈർപ്പവുമായി ചേർന്ന് രൂപപ്പെടുന്നതാണ് സ്മോഗ്. വാഹനങ്ങളിൽ നിന്നുള്ള പുക, വ്യവസായ മാലിന്യ വാതകങ്ങൾ, പൊടികണികകൾ എന്നിവയെല്ലാം ചേർന്ന് ഈ പൊല്യൂഷന് കാരണമാകുന്നു. അയൽ സംസ്ഥാനമായ പഞ്ചാബിൽ നിന്നുള്ള കൃഷിയിടങ്ങളിൽ അവശിഷ്ടങ്ങളായ കച്ചി, ഗോതമ്പിൻ്റെ കച്ചി ഇതുപോലുള്ള കത്തിക്കുന്നത് കാരണം അതിൽ നിന്നുണ്ടാകുന്ന പുക ഈ പൊല്യൂഷനെ വളരെയധികം ഭീകരമാക്കുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ കമ്പനിയുടെ ഒരു തുടക്കം. ഉയർന്ന വായു മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന രീതിയിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ്. അതിനുവേണ്ടി ഞങ്ങൾ തുടങ്ങുന്ന ഒരു പുതിയ സംരംഭമാണ് സെല്ലോപ്രോ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ പശ്ചാത്തലത്തിൽ സെല്ലോപ്രോ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രശസ്തമാകുന്നത് പരിസ്ഥിതി സൗഹൃദവും ഉയർന്ന നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ലക്ഷ്യമിട്ടാണ് സെല്ലോപ്രോ ഗ്രീൻ ആരംഭിക്കുന്നത്. കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും മറ്റു പ്രകൃതിദത്ത സെല്ലുലോസ് എന്ന ഒരു മെറ്റീരിയൽ എല്ലാ കാർഷിക അവശിഷ്ടങ്ങളിലും ഉള്ള ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ആ പ്രോഡക്റ്റ് എന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ ഒരു സെല്ലുലോസ് എന്ന ഉൽപ്പന്നമാണ് നമ്മൾ പ്രധാനമായും സെല്ലോപ്രോ ഗ്രീനിലൂടെ അവതരിപ്പിക്കുന്നത്. സെല്ലോപ്രോ ഗ്രീനിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങളെ നാല് തരമായി നമുക്ക് തിരിക്കാം. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് പ്രയോജനപ്പെടുത്താവുന്ന ഹൈ പ്യൂരിറ്റി സെല്ലുലോസ്, ക്യാപ്സ്യൂൾസിനൊക്കെ കവറിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സെല്ലുലോസ്. അതുപോലെ പെട്രോളിയം ജെല്ലിക്ക് പകരമായി കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലുലോസ്. നമ്മളുടെ കോസ്മെറ്റിക്സിൽ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യപ്പെടുന്നതാണ്. അതിനൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഫീൽഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഗവേഷണത്തിനും വ്യവസായ മേഖലകളിൽ
രീതിയിലുള്ള സെല്ലുലോസ്, പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള ലിഗ്നിൻ എന്നിവയാണ് നമ്മുടെ 4 പ്രോഡക്റ്റുകൾ. ഇവയെല്ലാം മലിനീകരണം കുറയ്ക്കുന്നതിനും കാർബൺ ഫുട് പ്രിന്റ്സ് ചുരുക്കുക, അതൊരു വലിയൊരു കൺസെപ്റ്റാണ്. നമ്മളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം കാർബൺ ഡൈ ഓക്സൈഡിനെ പരിസ്ഥിതിയിലോട്ട് പുറന്തള്ളുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനുഷ്യരെന്ന രീതിയിൽ പ്രകൃതിക്ക് ചെയ്യേണ്ടുന്ന ഒരു നന്മ. ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾക്ക് കാർബൺ ഫുട് പ്രിന്റ്സിനെ കുറയ്ക്കുന്ന വ്യവസായങ്ങൾക്ക് ഇന്ത്യ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് സെല്ലുപ്രോ ഗ്രീൻ നിലകൊള്ളാൻ തുടങ്ങുന്നത്. ഇന്നത്തെ ഈ ഉദ്ഘാടന അവസരത്തിൽ സെല്ലുപ്രോ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉൽപ്പന്നങ്ങളും അവയുടെ പ്രായോഗിക പ്രയോജനങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സപ്പോർട്ടും ഈ സ്ഥാപനത്തിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഗവേഷണത്തിനും വ്യവസായങ്ങൾക്കുമായി ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു നാളേക്കായി പ്രവർത്തിക്കും എന്ന ഉറച്ച വിശ്വാസം നിലനിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ കമ്പനിക്ക് ആശംസ നൽകാനായി ഞാൻ ആദ്യം തന്നെ ചെല്ലപ്പൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജനത റബേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങിയത്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ കമ്പനികൾ. ഞാനും 10 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നവനാണ്. അന്നൊന്നും ഇത്രയും ഡെവലപ്മെൻ്റ് ഒന്നും കൂടി ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം നല്ലത് രീതിയിൽ തന്നെ വരുന്നു. ഇതുപോലെ പുതിയ പുതിയ ആൾക്കാർ വന്ന് നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങി നന്നായി തന്നെ ഇവിടെ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ നല്ല ആൾക്കാരൊക്കെ വരികയും നല്ല സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നും വളരെ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ചെയ്യുന്നത്. അടുത്തതായി അധ്യക്ഷൻ പ്രസംഗത്തിന് വേണ്ടി വ്യവസായ ജനറൽ മാനേജർ അൽകുമാർ സാറിനെ സദനം ക്ഷണിക്കുന്നു. അവിചാരിതമായിട്ട് ആലപ്പുഴയിലേക്ക് എത്താൻ കഴിഞ്ഞതും ഇതുപോലൊരു സ്ഥാപനത്തിൻ്റെ തുടക്കത്തിലെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷം രേഖപ്പെടുന്നു. എനിക്ക് അടുപ്പമുള്ള ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നു. അവിചാരിതമായി 2 പേരെ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷം. കാരണം നമ്മൾ പലപ്പോഴും അറിയാൻ പറ്റും, ഒരു ചെറിയ റൂമിൽ ചെറിയ സംവിധാനത്തിൽ തുടങ്ങി പിന്നീട് 1 ലക്ഷം കോടി രൂപയുടെ മൂല്യത്തിലെത്തിപ്പോയ ഫ്ലിപ്കാർട്ടിനെയൊക്കെ ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. കാരണം നമ്മൾ അറിയപ്പെടാത്ത പല ഉൽപ്പന്നങ്ങളുടെയും പല അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി ആർജിച്ച ഉൽപ്പന്നങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ ലാബുകളിൽ നിന്നാണ്. ലോകമായ തറവാട് എന്ന സമീപത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിപണി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ മുകളിലാണ്. പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ്. ലോകത്തെ ഏറ്റവും വലിയ പേനോട്ടുള്ള ബിസിനസ്സുകൾ എടുത്താൽ അതിൽ ആദ്യത്തെ 10 സ്ഥാനം പിടിക്കുന്നതാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. പക്ഷേ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളും ശരീരത്തിന് ഹാനികരമായതോ ശരീരത്തിൻ്റെ സ്നിഗ്ധതയും നൈസർഗികമായ പ്രവർത്തനങ്ങളെയും ദോഷം ചെയ്യുന്നതോ പലപ്പോഴും നാച്ചുറലായ പ്രവൃത്തികളുടെ ഒരു അഭാവം മേഖലയിലുണ്ട്. അഥവാ നാച്ചുറൽ എന്ന് പറഞ്ഞ പേര് പറഞ്ഞതിൻ്റെയും പിന്നിൽ ആർട്ടിഫിഷ്യലായ പല ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഉൽപ്പന്നം. അപ്പം ഇതിൻ്റെ ഒരു സാധ്യതകളെന്ന് പറയുന്നത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമുക്കറിയാൻ പറ്റും, ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ വലിയൊരു ഭാഗമാണ്. ഏജിങ് തടയുവാൻ ഏത് ഉൽപ്പന്നം ഉപയോഗിച്ചാൽ തടയാൻ കഴിയും എന്നുള്ളത് ലോകത്തെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അത്തരം മേഖലകളിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായ ഈ സെല്ലുലോസ് എന്ന് പറഞ്ഞ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇതിൻ്റെ കെമിസ്റ്റായ മേഡം പറഞ്ഞതിനേക്കാൾ ഏതെങ്കിലും പ്രധാനം അറിയാൻ കഴിയും. ഡൽഹിയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസത്തിന് നമുക്ക് ഏറ്റവും യാത്ര ചെയ്യാനുള്ളതും താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഡൽഹി. കാരണം പണ്ടൊക്കെ ഉള്ള ചില വിശ്വാസങ്ങളുടെ പേരിൽ കൃഷി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാടശേഖരങ്ങൾ കംപ്ലീറ്റ് കത്തിച്ച് തീയിടുകയും അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഉയർന്ന പുക ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാൽ മാറാതെ നിൽക്കുന്ന ഡൽഹിയിൽ വിമാനങ്ങൾ പോലും സമയത്ത് പറക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. എയർ പൊല്യൂഷൻ ലോകത്തെ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതിൽ വലിയ റോളുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന സീസണിൽ കച്ചി കത്തിക്കുക എന്ന് പറയുന്നത്. ആ കച്ചി കത്തിക്കുന്നതിന് പകരം ആ കച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പന്നം വേണമെങ്കിൽ പറയാൻ സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പം
പലപ്പോഴും നമ്മളുടെ നാട് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് പല ഉൽപ്പന്നങ്ങൾ രംഗത്ത് വരുന്നത്. അത്തരമൊരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളത്, ഇതിൻ്റെ ഭാവിയുടെ വളർച്ചയും ഈ ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗ മേഖലകളെയും അടിസ്ഥാനമാക്കിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിലുപരി ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. ഉദ്ഘാടനം നമുക്ക് ചില ബാധ്യതകളും തരുന്നുണ്ട്. കാരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മുടെ മനസ്സിലൊരു ഓടി തുടങ്ങും. ഇത് ഇത്ര കാലം വരെ ഓരോ സമയത്തും കടന്നു പോകുമ്പോൾ ഇത് ഈ പറയുന്നതിനകത്തെ ഒരു അധികമായി കളിക്കുന്ന ഒരു ചെടി പോലും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. കാരണം ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മളാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന ബാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ഘാടനം പറഞ്ഞ സ്ഥലത്തൊക്കെ പതുക്കെ സ്കിപ്പ് ചെയ്ത് മാറത്തേ ഉള്ളൂ. അവസാന സമയത്ത് എന്തെങ്കിലും പുറത്തേക്ക് ഒഴിഞ്ഞു മാറും. കാരണം എൻ്റെ ചിന്തയുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം അത് വളരെ കുറച്ച് സ്ഥാപനങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പറഞ്ഞ് എല്ലാവരും പത്ത് മാറി പോകും. ഈ ഭാഗമായാലും ഈ ഒരു പ്രശ്നം എൻ്റെ മനസ്സിനെ അലട്ടും. അങ്ങനെ മുതൽ പിന്നെ ഞാൻ ഇതുവഴി സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്ക് ഇതിലേക്കൊന്ന് പാസ് ചെയ്ത് പോകേണ്ടി വരുമ്പോൾ ഞാൻ നോക്കും. ഒരു കാർഡ് വന്നാൽ പോലും അത് എനിക്ക് വിഷമമുണ്ടാകും. കാരണം എൻ്റെ കയ്യിൽ അത് പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാതെ ഇതൊരു നല്ല സ്ഥാപനമായി മാറട്ടെ, അതിന് രാജേഷിൻ്റെ കൂട്ടർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കാൻ ഡോക്ടർ സിന്ധു രവീന്ദ്രൻ, റിസർച്ച് ഡയറക്ടർ, ശാന്തഗിരി മാഡത്തിന് ക്ഷണിക്കുന്നു. വേദിയിലും സംസ്കൃതിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആശംസ അർപ്പിക്കുകയെന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇതിലെനിക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. കാരണം ഞാനും ഡോക്ടർ രശ്മി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഞങ്ങൾ ഒന്നിച്ചാണ് പല വേസ്റ്റ് സാധനങ്ങളിൽ നിന്ന് വാല്യൂ ആഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വർക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം, പൊല്യൂഷൻ്റെയാണ്. അപ്പം ഞങ്ങൾ 2016-17 കാലഘട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് 2 പേർക്ക് കിട്ടി. അത് വേസ്റ്റിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ രശ്മിയാണെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള റൈസ് സ്റ്റോക്ക്, അതുപോലെ ചക്കയുടെ തോല്, അങ്ങനത്തെ രീതിയിലുള്ള നാനോസെല്ലോസ് ഉപയോഗിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ടെക്നോളജി, പുഷ്പഗിരി, CSIR നെസ്റ്റ് പോലത്തുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നാണ് അത് ചെയ്തിട്ടുള്ളത്. അതെല്ലാം സക്സസ് ആയിരുന്നു. അതുപോലെ എനിക്ക് രശ്മിയായിട്ട് ഒരുപാട് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഹൈ ഇമ്പാക്ട് ജേർണൽസിൽ പബ്ലിഷായി വന്നിട്ടുണ്ട്. ഡോക്ടർ രശ്മി വേൾഡിലെ ടോപ്പ് 2% സയൻസിൽ, അത് നിങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല, വേൾഡിലെ ടോപ്പ് 2% സയൻസിലുള്ള ഒരാളാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ അതിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകാറുള്ളൂ. റിസർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷേ അതൊരു ഇൻഡസ്ട്രി ആയിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് ഇറക്കാനായിട്ട് ഉള്ളൊരു മനസ്സോടെ ഇറക്കുന്നവർ വളരെ കുറവാണ്. എല്ലാവർക്കും പേടിയാണ് ഇത് സക്സസ് ആവും. ആ ഒരു റിസ്ക് എടുത്ത് തുടങ്ങാനായിട്ട് എടുത്ത ധൈര്യത്തിന് രശ്മിയും അതുപോലെ സപ്പോർട്ടായിട്ടുള്ള രശ്മിയുടെ ഹസ്ബൻഡും അതുപോലെ സപ്പോർട്ടായിട്ട് രാജേഷ് സർ, ആ ഒരു ടീമിന് എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. ഇതൊരു നല്ല വിജയമായിട്ട് മാറട്ടെ എന്ന്. അതുപോലെ ഇത് തുടങ്ങിയ ശേഷമാണെങ്കിലും ശാന്തഗിരി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പുഷ്പഗിരി മെഡിക്കൽ കോളേജൊക്കെ ആയിട്ട് ചേർന്ന് പല പ്രോജക്റ്റുകളും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച, അടുത്ത വ്യാഴം ശാന്തഗിരി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സെല്ലോപ്രോഡായിട്ടുള്ള MOU സൈൻ ചെയ്യുകയാണ്. കോളാബറേറ്റീവ് ആയിട്ടുള്ള റിസർച്ചുകാർക്കായിട്ട് സെല്ലോപ്രോയ്ക്ക് എല്ലാവിധ ആശംസകളും. അടുത്തതായി നമ്മുടെ താലൂക്ക് വ്യവസായ ഓഫീസർ ചിത്ര മേഡത്തിനെ ആശംസ അറിയിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ, വേദിയിലിരിക്കുന്ന അതുപോലത്തെ സദസ്സിലൂടെ പ്രിയപ്പെട്ട വ്യവസായികള്, പ്രമുഖ വ്യക്തികളെ, ഞാൻ ഇന്നത്തെ ഒരു നിയോഗം പോലെയൊക്കെ വന്നതാണ്. ഞാൻ ഉപജില്ലാ വ്യവസായ ഓഫീസർ തെങ്ങിനൂരാണ്. പക്ഷേ എൻ്റെ പ്രവർത്തന മേഖല കൂടുതലും മാവേലിക്കൽ തന്നെയായിരുന്നു. എനിക്ക് പലർക്കും അറിയാം, ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട് പല വ്യവസായങ്ങളുമായിട്ട്. അപ്പം ഇവിടുത്തെ വ്യവസായ ഓഫീസർ ലീവായിട്ട് കുറച്ച് ദിവസം ചാർജിൽ വന്നതാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ പ്രാവശ്യത്തെ വ്യവസായ നയത്തിൽ പറയുന്നത് വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യുക വിത്ത് ഇമ്പോർട്ടൻസ് ടു നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വ്യവസായം എങ്ങനെ നല്ല രീതിയിൽ നടത്താമെന്നുള്ളതാണ്. അതുപോലെ ജനറലായിട്ട് നമ്മൾ കാണുന്നത് ഒരു വ്യവസായം തുടർന്ന് വിജയിച്ചാൽ ആ വ്യവസായം തന്നെ റെപ്ലിക്കേറ്റ് തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ഇന്നോവേറ്റീവ് അപ്രോച്ചാണ്. എല്ലാ വ്യവസായികളും സ്വീകരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഡെവലപ്മെന്റ് ലോട്ടിലൊക്കെ
ഇങ്ങനെ പുതിയ നൂതന വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇപ്പം രശ്മി മാഡത്തെ കുറിച്ച് ഇപ്പൊ കൂടുതൽ മനസ്സിലായി. അപ്പൊ അതുപോലത്തെ റിസർച്ചും ഡെവലപ്മെന്റ്സും നമ്മുടെ കേരളം മുന്നോട്ട് പോവുകയാണ്. അതനുസരിച്ച് നമ്മുടെ പഴയ വ്യവസായത്തിൽ സിക്കോട്ട് ചെയ്യാതെ എല്ലാവരും പുതിയ പുതിയ നൂതന ആശയങ്ങളിലേക്ക് വരിക. ഇന്ന് തുടങ്ങിയ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. ജഗദീശ്വരൻ ഈ സംരംഭം നന്നായി വരാൻ നല്ലൊരു സപ്പോർട്ട് നൽകട്ടെ. നന്ദി. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ പത്മകുമാറേട്ടനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള എല്ലാ വിശുദ്ധർക്കും സഹോദരന്മാർക്കും ബന്ധുജനങ്ങൾക്കും നമസ്കാരം. കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ മുഖ്യാതിഥി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഓഫീസറായ അനിൽകുമാർ സാറിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ കമ്പനിയുടെ പേരിൽ. അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ ഓഫീസർ എന്നതിലുപരി ഞങ്ങളുടെ ഒരു ഉപദേശകൻ കൂടിയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വളരെ വർഷത്തിലുള്ള എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞങ്ങളുടെ കമ്പനിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി മാവേലിക്കര താലൂക്ക് വ്യവസായ ഓഫീസർ ചിത്രാമാളമാണ്. ചിത്രാമാളത്തിൻ്റെ ഇതിനെക്കുറിച്ച് ദിവസത്തിൽ ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ചതിൽ കമ്പനിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി കൊല്ലുകടവ് ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റും ജനതാ ഡോക്ടേഴ്സ് എം പിയുമായ ശ്രീ ചെലപ്പൻ സാർ അവർക്കാണ്. ചെലപ്പൻ സാറിന് ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാവിധ കൃതജ്ഞതകളും രേഖപ്പെടുത്തുന്നു. അടുത്തത് ശ്രീ അലക്സാണ്ടർ സാർ അവർക്കാണ്. അദ്ദേഹം കൊല്ലുകടവ് ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അസോസിയേഷൻ ട്രഷറും സാംഗ്ലോസ് എന്ന സ്ഥാപനത്തിൻ്റെ എം പിയുമാണ്. ഈ രണ്ടുപേരും എങ്ങനെയാണ് സക്സസ് ആയത്, അവരുടെ ആ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, ആ ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ മുന്നോട്ടുള്ള ഒരു പോക്കിൽ അവരുടെയൊക്കെ ഒരു അഡ്വൈസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ഡോക്ടർ സിന്ധു രവീന്ദ്രൻ, റിസർച്ച് ഡയറക്ടർ, ശാന്തിഗിരി. ഡോക്ടർ സിന്ധു ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്താണ്. വളരെ വർഷങ്ങളുടെ ഒരു പരിചയം അടുപ്പവും ഡോക്ടർ സിന്ധുവിനോടുണ്ട്. ഡോക്ടർ സിന്ധുവിന് ഞങ്ങളുടെ കമ്പനിയുടെ സെല്യൂട്ട് റോഡ് യൂണിറ്റിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി CIA പ്രസിഡന്റ് ശ്രീ രവി സാറാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ കമ്പനിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്ത രണ്ട് ആൾക്കാർ അവർ ഒരു സ്പെഷ്യൽ കൃതജ്ഞതയാണ്. ഞങ്ങളുടെ ഒരു വ്യക്തിപരമാണ് കൂടി കൂട്ടിക്കോളൂ. ആദ്യമായി ദിലീപ് സാർ ചാലക്കണ്ടലാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡേഷനിലാണ് ഞാൻ രാജേഷുമായിട്ട് പരിചയപ്പെടുന്നത്. ആക്ച്വലി രാജേഷിൻ്റെ കമ്പനിയിലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിലിട്ടും സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ദിലീപ് സാറിൻ്റെ ഒരു സ്പെഷ്യൽ കൃതജ്ഞത കമ്പനിയുടെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയായിട്ടുള്ള ഞങ്ങളുടെ ഒരു ലീഡിംഗ് ഫോഴ്സ് ആയിട്ടുള്ള രാജേഷിന്, അത് ഞാൻ എൻ്റെ വൈഫിൻ്റെയും ഒരു കൃതജ്ഞതയാണ്. നിങ്ങൾക്കറിയായിരിക്കും അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ എല്ലാം നല്ല രീതിയിൽ പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ്. ആ ഒരു സന്ദർഭത്തിൽ രശ്മിയുടെ ഒരു ഐഡിയ, അതിൻ്റെ ഒരു ഐഡിയയായി ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അത് അദ്ദേഹത്തിനോട് പറയുന്നു. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി അത് കേൾക്കുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരക്കുന്നു, കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു യെസ് നമുക്ക് മുന്നോട്ട് പോകാൻ ചേട്ടാ എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം, അതാണ് ഇത്രയുമുള്ള ഒരു വലിയ കമ്പനിയായി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻ്റെയും വൈഫിൻ്റെയും ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെയും. പിന്നുള്ളത് എല്ലാം ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ ബിസിനസ് സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും കുടുംബ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ കമ്പനിയുടെ ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും